Hi all. In today's episode, we are going to see what is multivariable calculus and what is a function of two variables and how to find the limit and continuity of such functions and what does it mean and what is the meaning of partial derivatives and those things. Right? Okay, so ആദ്യം നമുക്ക് എന്താണ് മൾട്ടിവേരിയബിൾ കാൽക്കുലസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ പ്ലസ് ടുവിനൊക്കെ നേരത്തെ പഠിച്ചിരുന്നത് ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾസ് ആണ്. അതായത് വി ഹാവ് സീൻ ഫങ്ഷൻസ് ലൈക്ക് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഒരു സിംഗിൾ വേരിയബിളിലുള്ള ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രൂ ദ ഗ്രാഫ് ഓഫ് ദിസ് വൺ ആസ് എ കർവ്. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഗ്രാഫൊക്കെ വരയ്ക്കാൻ പറ്റും. ഇതാണ് ആർ റിയൽ ആക്സിസ്, എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് എ വൈ ആക്സിസ്. അപ്പോൾ ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഓരോ വൈ കോർഡിനേറ്റ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെയാണ് എക്സ് എങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് വൈ വാല്യൂ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് ദിസ് വൺ ഈസ് ദ എക്സ് കറസ്പോണ്ടിങ് വൈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ കർവ് കിട്ടും. അപ്പോൾ ഈ ടൈപ്പ് ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പക്ഷേ പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് സിംഗിൾ വേരിയബിൾ അല്ല, ബട്ട് വി ആർ ഗോയിങ് ടു സീ ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്. ഓക്കെ, ഇൻ പെർട്ടിക്കുലർ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ്. ഓക്കെ, സോ ഫസ്റ്റ് അതാണ് നമ്മൾ കാണുമ്പോൾ എന്താണ് ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ്. Okay, functions of two variables. Okay, so functions of two variables എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് it is a function from R2 to R. That is f is a function from R2 to R. Okay, such that z is equal to f of xy. ഓക്കെ, അതായത് നമ്മൾ ഈ ആർ ടുവിൽ നിന്നാണ് വാല്യൂ എടുക്കുക. ആർ ടു എന്ന് വെച്ചാൽ നമ്മുടെ എക്സ് വൈ പ്ലെയിൻ ആണ്. ഓക്കെ, നമ്മുടെ എക്സ് വൈ പ്ലെയിൻ ആണ് ആർ ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയാം, എക്സ് വൈ പ്ലെയിൻ. ഇതാണ് നമ്മുടെ ഡൊമൈൻ. അപ്പോൾ ഈ ഡൊമൈനിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് രണ്ട് കോർഡിനേറ്റ് ഉണ്ടാവും. അതാണ് നമ്മുടെ എക്സ് വൈ എന്ന് പറയും. റൈറ്റ്, എക്സ് എന്ന് വെച്ചാൽ എക്സ് കോർഡിനേറ്റ് ആണ്, വൈ എന്ന് വെച്ചാൽ വൈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇതാണ് ആർ ടു എന്ന് പറയുന്ന പ്ലെയിൻ. റൈറ്റ്, എക്സ് വൈ പ്ലെയിനാണ് നമ്മൾ ആർ ടു എന്ന് പറയുന്നത്, ആർ ടു. അപ്പോൾ ഈ ആർ ടുവിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, അത് ഈ ഫംഗ്ഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് ഒരു റിയൽ നമ്പറാണ് കിട്ടുക. അപ്പോൾ ഇത് റിയലാണ്, ഇത് റിയൽ ലൈനാണ് നമുക്ക് ഇമേജ് കിട്ടുക. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുമ്പോൾ നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടും. ഈ എക്സ് വൈ എന്ന് പറയുന്നത് മാപ്പ് ചെയ്യുന്നത് ഇസഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ആർ ടു ആണ്. ആർ ടുവിലെ പോയിന്റ്സ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇത് ഈ രീതിയിൽ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. കാരണം കുറച്ചുകൂടെ ഈ ആർ ടുവിൽ നിന്ന് ആറിലേക്കുള്ള ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസിനെ നമുക്ക് കുറച്ചുകൂടി ജോമെട്രിക്കലായിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്കിവിടെ ആർ ടു ആണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയാം. ആർ ടു ആണ് നമ്മുടെ ഡൊമൈൻ. റൈറ്റ്, ഇതാണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയാം, ആർ ടു എക്സ് വൈ പ്ലെയിൻ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമ്മളൊരു വാല്യൂ എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ വാല്യൂ എടുക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് എക്സ് വൈ പ്ലെയിൻ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു പ്ലെയിൻ ആണ്, എക്സ് വൈ പ്ലെയിൻ ആണ്. റൈറ്റ്, ആർ ടു ആണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ഇസഡ് ആക്സിസ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് സ്പേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ ഒരു വാല്യൂ എടുക്കണം, ഏതെങ്കിലും ഒരു ആർബിട്രറി പോയിന്റ്, ഒരു പോയിന്റ് എടുക്കുന്നു. ആൻഡ് ദിസ് ഈസ് എക്സ് വൈ. ഈ പോയിന്റ് നമ്മൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ആൻ ഇമേജ്. നമുക്ക് ഇവിടെ ഒരു ഇമേജ് കിട്ടും. അങ്ങനെയുള്ള അപ്പോൾ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഓരോ ഇമേജുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഇമേജുകളെല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി യു വിൽ ഗെറ്റ് എ സർഫസ്. സർഫസ്, ഈ സർഫസിനെയാണ് നമ്മൾ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് റെപ്രസെൻറ്റ്സ് എ സർഫസ് ഇൻ ത്രീ സ്പേസ്, ആർ ത്രീ. ഇൻ ത്രീ ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു സർഫസിനെയാണ് ഈ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓക്കെ, some examples, like first example, z equal to x square plus y square. എന്ന് പറയുന്ന എക്സാമ്പിൾ എടുത്താൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ കോൺ ലൈക്ക് ഒബ്ജെക്റ്റ്, സംതിങ് ലൈക്ക് ദിസ്.
ഇതുപോലെയുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് കിട്ടും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ് ടു ഇൻഫിനിറ്റി. ഇതിങ്ങനെ ഒരു ഓപ്പൺ ഇതാണ്. ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ അപ് ടു ഇൻഫിനിറ്റി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇതൊരു സർഫസ് ആണ്. യു ക്യാൻ സീ ദാറ്റ്, റൈറ്റ്? ഇറ്റ്സ് എ സർഫസ് സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സർഫസിനെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സർഫസുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുക. അപ്പോൾ നേരത്തെ നമ്മൾ +2 പഠിച്ചത് കർവുകളെ കുറിച്ചിട്ടായിരുന്നു. എക്സ് വൈ പ്ലെയിനിലുള്ള സിമ്പിൾ കർവുകളെ കുറിച്ചിട്ടായിരുന്നു. ഇങ്ങനെയുള്ള കർവുകളെ പഠിച്ചത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള സർഫസുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. limit of a function of 2 variables. ഓക്കെ, അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ ലെറ്റ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ബി എ ഫംഗ്ഷൻ, then the limit of f of xy at ab, ഒരു പോയിന്റിലാണ് ലിമിറ്റ് പറയാം, at ab is denoted by limit xy tends to ab. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ലിമിറ്റ് xy tends to ab f of xy അങ്ങനെ എഴുതുക. അത് ഒരു എൽ എന്ന് പറയുന്ന ഒരു ലിമിറ്റ് നമുക്ക് കിട്ടും. ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, അത് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എൽ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഉണ്ട്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഞാൻ എഴുതുന്നില്ല. പകരം ഞാൻ അതിൻ്റെ ഒരു ജോമെട്രിക്കൽ ഐഡിയ മാത്രം നിങ്ങൾക്ക് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി റൈറ്റ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന് എക്സ് വൈ എന്ന് പറയുന്ന എ ബി എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മളിങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എ ബി എഫ് ഓഫ് എക്സ് വൈ ആൻഡ് യു വിൽ ഗെറ്റ് എ റിയൽ നമ്പർ. ആ ലിമിറ്റ് അങ്ങനെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ആസ് ദ ലിമിറ്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അറ്റ് എ ബി. അല്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് ഇതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു സർഫസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സർഫസ് കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ലെറ്റ് ദിസ് ബി ദി സർഫസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സർഫസ് എന്ന് വിചാരിക്കുക. അപ്പോൾ R2 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ലെറ്റ് ദിസ് ബി എ ബി. ഓക്കെ, ഇതാണ് എ ബി. അപ്പോൾ എ ബിയിൽ ഈ ഫംഗ്ഷൻ ഒരു ലിമിറ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ എ ബിക്ക് ചുറ്റുമുള്ള ഏത് പോയിന്റ് എടുത്താലും, ഓക്കെ, അപ്പോൾ ഈ എ ബി ഇപ്പോൾ ഇതാണ് ലിമിറ്റ് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, ലെറ്റ് ദിസ് ബി എൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ്, ഈ എ ബിയുടെ ലിമിറ്റ് എല്ലാമാണ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഈ എ ബിയുടെ നൈബർഹുഡിലുള്ള ഏത് പോയിന്റ് നമ്മൾ എടുത്താലും അതിൻ്റെ ഇമേജ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് കംപ്ലീറ്റ് കിട്ടുന്നത് ഈ എല്ലിൻ്റെ നൈബർഹുഡിലായിരിക്കും. ഓക്കെ, അതായത് ഇതിപ്പോൾ ഒരു പെർട്ടിക്കുലർ നൈബർഹുഡാണ്. സോ ഓക്കെ, സോ ഓൾ പോയിന്റ്സ് ഓഫ് ദിസ് നൈബർഹുഡ് are mapped onto a neighborhood of L, then we can say that L is the limit of the function f of xy at the point AB. ഓക്കെ, ഇതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈബർഹുഡിലെ എല്ലാ പോയിന്റും എവിടെ ഉണ്ടാവും? ഈ എല്ലിൻ്റെ നൈബർഹുഡിൽ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ ഈ എൽ എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തിയററ്റിക്കലി നമുക്ക് ഇങ്ങനെ ലിമിറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ഇതിൻ്റെ ഒരു ക്ലാസിക്കൽ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഞാനത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ക്ലാസിക്കൽ ആ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അത്ര പ്രായോഗികമായിക്കൊള്ളുന്നില്ല, അത്ര എളുപ്പമല്ല. അറ്റ്ലീസ്റ്റ് ഫോർ സെർട്ടൻ ഫങ്ഷൻസ് ഇറ്റ്സ് നോട്ട് സോ ഈസി ടു ഫൈൻഡ് ദ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രൊസീജിയറിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ എൽ എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റ് ആണ് എന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് പലതരത്തിൽ എത്തിച്ചേരാം. കാരണം ഇത് R2 ആണ് ആൻഡ് ദിസ് വൺ ഇസ് ഇതൊരു R2 ആണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ എൽ എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ ഏത് റൂട്ടിൽ കൂടി വന്നാലും അതിൻ്റെ ലിമിറ്റ് എന്ത് തന്നെയായിരിക്കും?
എൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന പോലെ നമുക്ക് പലതരത്തിൽ വരാം. വേണമെങ്കിൽ എനിക്ക് ഈ റൂട്ടിൽ കൂടി വരാം. ദിസ് ഈസ് വൺ വേ ഓഫ് റീച്ചിങ് at the point AB, or I can like approach to AB along this curve. ഓക്കെ, വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി വരാം, ലൈക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ ആയി ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഈ റൂട്ടിൽ കൂടി വരാം. അപ്പോൾ ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി വേസ് ടു റീച്ച് ടു ദിസ് പോയിന്റ് എ ബി. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയും. ഇപ്പോൾ നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ, ഒരു കർവാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പോയിന്റിലേക്ക് എത്താൻ നമുക്ക് രണ്ട് റൂട്ടുകളേ ഉള്ളൂ. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരാം, ഒന്ന് റൈറ്റ് സൈഡിൽ നിന്ന് വരാം. അതുകൊണ്ടാണ് ഒരു പക്ഷേ പ്ലസ് ടു നിങ്ങൾ പഠിച്ച ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതിയായിരുന്നു. സോ ആസ് എക്സ് അപ്രോച്ചസ് ടു ദിസ് പോയിന്റ് ഫ്രം ദ ലെഫ്റ്റ്, what happens for the function, and as x approaches to this point from the right, what happens for this function. If those two values are the same, we say that the limit exists. ഈ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിളിൽ അത് മതി, രണ്ട് ഡയറക്ഷനേ ഉള്ളൂ. പക്ഷെ ഇവിടെ അതല്ല, വി ഹാവ് ഇൻഫിനിറ്റ്ലി മെനി ഡയറക്ഷൻസ്. അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഡയറക്ഷനിൽ കൂടി നമ്മൾ ഇവിടെ എത്തിയിട്ട് അതാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാ റൂട്ടുകളിൽ കൂടി വന്നാലും ഒരു ലിമിറ്റാണ് കിട്ടുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് ഉണ്ട് എന്ന് പറയാം. പക്ഷെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, അതായത് ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഏത് റൂട്ടിൽ കൂടി വന്നാലും ഈ എൽ തന്നെ ആയിരിക്കും എൻ്റെ ലിമിറ്റ്. പക്ഷെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, സോ ടു പ്രൂവ് ദാറ്റ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ ദാറ്റ് f of xy has different limits at AB along different paths. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഇല്ല എന്ന് കാണിക്കാനുള്ള നമ്മുടെ മെത്തേഡ് ഇതാണ്. അതായത് ഏതെങ്കിലും രണ്ട് ഡിഫറെൻറ്റ് പാത്തുകൾ എടുക്കാം, ഈ രണ്ട് പാത്തിൽ കൂടി നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ കിട്ടുന്ന ലിമിറ്റ് ഡിഫറെൻ്റ് ആണെന്ന് കാണിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് ഇല്ല എന്ന് പറയാം. ഇപ്പോൾ ലിമിറ്റ് ഇല്ല എന്ന് കാണിക്കാനാണ് എളുപ്പം. രണ്ട് ഡിഫറെൻറ്റ് പാത്തുകൾ കൂടി ലിമിറ്റ് എടുത്തിട്ട് അത് ഡിഫറെൻ്റ് ആണെന്ന് കാണിച്ചാൽ ലിമിറ്റ് ഇല്ല എന്ന് പറയാം. പക്ഷേ ലിമിറ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു റിസൾട്ട് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് ഇതാണ്, അതായത് ഇഫ് z equal to some f of xy by g of xy, okay, where both f and g are algebraic functions, of x and y, then limit xy tends to 0 z, okay, z is equal to 0 if degree of not 0, limit xy tends to 0 z exists if degree of f is greater than degree of g. ഓക്കെ, അപ്പോൾ അതായത് ഈ മോഡിലുള്ളതും എക്സിൻ്റെയും വൈയുടെയും ഒരു ഓൾജിബ്രായിക് ഫംഗ്ഷൻ ആണ്. അതായത് പവറുകൾ മാത്രമേ വരുള്ളൂ, എക്സിൻ്റെയും വൈൻ്റെ പവറുകളൊക്കെ മാത്രമേ ഇവിടെ വരുള്ളൂ. ഒരു ജി ഓഫ് എക്സ് വൈയും ഒരു ഓൾജിബ്രായിക് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 കേസ് മാത്രമാണ് പറയാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കൂടുതലാണെങ്കിൽ മാത്രം, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. ഈക്വൽ ആണെങ്കിൽ പോലും ലിമിറ്റ് ഉണ്ടാവില്ല. കൂടുതലാണെങ്കിൽ മാത്രം ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷനാണ്. ഇഫ് ഡിഗ്രി ഓഫ് എഫ് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് ജി, ദെൻ ദിസ് ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറയാം. വേറെ ഒരു കേസിലും, ഒരേ ഡിഗ്രി ഉള്ള കേസുകളാണെങ്കിലും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി കൂടുതലായിട്ട് വന്നാലൊന്നും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കുക, പല പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ലിമിറ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യും. അത്
അതൊരു ജനറൽ മെത്തേഡ് ഒന്നുമല്ല, ബട്ട് ഫോർ ദി സേക്ക് ഓഫ് ഡൂയിങ് പ്രോബ്ലംസ്, ഫോർ സെർട്ടൺ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് വി യൂസ് ദാറ്റ് ടെക്നിക് എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതും ചെയ്യാത്തതുമായ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ ദ ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് 0, 0 f of xy is equal to xy square by x square plus y square. ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് ഇതാണ് ന്യൂമറേറ്റർ xy സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇതിപ്പോൾ എക്സിൻ്റെ പവർ 1 ആണ്, വൈയുടെ പവർ 2 ആണ്. അപ്പോൾ 2 + 1 ഇത് പ്രൊഡക്റ്റ് ആണ്. സോ 2 + 1 3 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2 ആണ്. കാരണം ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഡിഗ്രിയും 2 ആണ്, വൈ സ്ക്വയറിൻ്റെ ഡിഗ്രിയും 2 ആണ്. അപ്പോൾ സം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഹയസ്റ്റ് ഡിഗ്രി ഉള്ള ടൈം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി 2 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് കൂടുതലാണ്. റൈറ്റ്, ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ, അല്ലെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയും കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? 0, 0 ലിമിറ്റ് ഉണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ്, നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. നമ്മൾ പോളാർ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രൊസീജിയർ. ഓക്കെ, അത് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആ മെത്തേഡ് വർക്കൗട്ട് ആവുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഓൺലി ഫോർ സെർട്ടൺ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ ഓൾജിബ്രായിക് ഇക്വേഷൻസ് ഒക്കെ വരുന്ന പ്രോബ്ലത്തിന് നമുക്കത് വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, സോ പുട്ട് ദിസ് ഈസ് ദ മെത്തേഡ്. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ആർ cos theta and y is equal to r sin theta. ഇപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ R2-ൽ XY എന്ന് പറയുന്ന ഒരു പോയിന്റ്, XY എന്ന് പറയുന്ന പോയിന്റ് ആക്ച്വലി നമ്മൾ പറയുന്നത് ഇതാണല്ലേ, ഇതാണ് എക്സ് കോർഡിനേറ്റ്, ഇതാണ് അതിൻ്റെ വൈ കോർഡിനേറ്റ്, അങ്ങനെയാണ് ഈ പോയിന്റ് XY എന്ന് കിട്ടുക. അപ്പോൾ ഈ എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും പറയുന്നതിന് പകരം നമുക്ക് ഈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ ഡിസ്റ്റൻസ് ആറും ഈ ആംഗിൾ തീറ്റയിലും പറഞ്ഞാലും മതി. ഇപ്പോൾ ഇതേ പോയിന്റിനെ നമുക്ക് ആർ തീറ്റ എന്ന് വേണമെങ്കിലും വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. Where r is the distance from origin to that point and theta is the angle from x-axis. Okay, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതേ പോയിന്റ് XY എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ആർ തീറ്റ എന്ന് പറയുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിലും റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിനെയാണ് നമ്മൾ വിളിക്കുക പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കാം. അപ്പോൾ x ഈക്വൽ ടു ആർ കോസ് തീറ്റയും y ഈക്വൽ ടു ആർ സൈൻ തീറ്റയും ആണെങ്കിൽ ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്താൽ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇവിടെ ഈ എക്സും വൈയും 0-ലേക്ക് പോലെ എന്ത് സംഭവിക്കാൻ നോക്കും? എക്സ് കോർഡിനേറ്റും 0-ലേക്ക് പോവുകയാണ്, വൈ കോർഡിനേറ്റ് 0-ലേക്ക് പോവുകയാണ്. അപ്പോൾ ആക്ച്വലി എക്സ് കോർഡിനേറ്റ് 0-ലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പോയിന്റ് ഇങ്ങോട്ട് വരും, വൈ 0 വരുമ്പോഴത്തേക്ക് താഴേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് 0-ലേക്ക് വരും. ആദ്യം എക്സ് 0-ലേക്ക് വരും, പിന്നെ വൈ 0-ലേക്ക് വരും. റൈറ്റ്, അപ്പോൾ 0-ലേക്ക് എത്തും. പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ആക്ച്വലി ഈ ആംഗിളിന് പ്രസക്തിയായില്ല. ഈ 6 0 ആയി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ പോയിന്റിലേക്ക് എത്തും, 0-ലേക്ക് എത്തും. റൈറ്റ്, ഈ ഡിസ്റ്റൻസ് 0 ആയാൽ മതി, ആംഗിൾ ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇഫ് ആർ ബിക്കം 0 directly that point approaches to 0. അപ്പോൾ ഈ 2 വേരിയബിൾ പ്രോബ്ലത്തിനെ നമ്മൾ r എന്ന് പറയുന്ന ഒറ്റ വേരിയബിളിലേക്ക് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആക്ച്വലി ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന, ഇതാണ് ലിമിറ്റ് xy എന്ന് പറയുന്ന പോയിന്റ് 0, 0-ലേക്ക് ടെൻഡ് ചെയ്യാണ്. ഓക്കെ, ഓഫ് f of xy. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പ്രോബ്ലത്തിനെ കംപ്ലീറ്റ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ രണ്ട് കോർഡിനേറ്റ് എക്സും 0-ലേക്ക് പോകണം, വൈയും 0-ലേക്ക് പോകണം. പകരം എന്ത് മാത്രം മതി? ആർ മാത്രം 0-ലേക്ക് പോയാൽ മതി പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ എക്സിന് പകരം നമുക്ക് ആർ കോസ് തീറ്റ എന്ന് കൊടുക്കാം, വൈക്ക് പകരം ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ വൈ സ്ക്വയർ ഇസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതിനകത്തേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസ് ആർ സൈൻ തീറ്റ. ആർ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ഇസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ആൻഡ് വാട്ട് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടി. റൈറ്റ്, ഇപ്പോൾ ഇവിടുന്ന് ഒരു ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്തല്ലേ, ദിസ് ആർ സ്ക്വയർ ഗെറ്റ് cancelled and then it becomes limit r tends to 0 r cos theta times sin square theta. അപ്പോൾ ഈ തീറ്റയിലുള്ള ഫംഗ്ഷൻ എന്തായാലും നമുക്കിപ്പോൾ പ്രശ്നമില്ല, കാരണം ആസ് r tends to 0, r 0-ലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിക്കോളും? 0 ആയിക്കോളും. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ പ്രോബ്ലം ചെയ്യാൻ ഈ ടൈപ്പ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ ദിസ് ഈസ് ദ മെത്തേഡ് ടു ഫൈൻഡ് ദ ലിമിറ്റ്. ആൻഡ് ഹിയർ വി ക്യാൻ സേ ദാറ്റ് 0 ഇസ് ദ ലിമിറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് വഴിയിൽ കൂടി സിഗ്നൽ 0-ലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ലിമിറ്റ് കിട്ടുന്നത് 0 തന്നെയായിരിക്കും. അപ്പോൾ ഇതൊരു പ്രൊസീജിയറാണ്.
ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് ഉണ്ടാവുള്ളൂ. ആ കേസിൽ മാത്രം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയോ. ഓക്കെ, ലെറ്റ്സ് സീ അനദർ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Okay, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. If f of xy equal to 2xy by 3x square plus y square, then find limit of this one. Okay, and here again we can check the degree of numerator, right? Degree of numerator എന്ന് പറയുന്നത് 2 ആണ്. കാരണം ഇവിടെ എക്സ് വൈ ആണ്. അപ്പോൾ എക്സിൻ്റെ ഡിഗ്രി 1 ആണ്, വൈയുടെ ഡിഗ്രി 1 ആണ്. അപ്പോൾ 1 + 1 2 എന്ന് കിട്ടും. അതുപോലെ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഹയസ്റ്റ് ഡിഗ്രി ഏതാണ് എടുത്താൽ മതി. ഇവിടെ ഡിഗ്രി നമുക്ക് 2 ആയിട്ട്, രണ്ടും സെയിം ആണ്. അപ്പോൾ 2 തന്നെ ആയിട്ട്. ഇപ്പോൾ രണ്ടിൻ്റെ ഡിഗ്രി സെയിം ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ മുമ്പേ പറഞ്ഞ റിസൾട്ട് അനുസരിച്ച് ഇവിടെ റിസൾട്ട് ഇത് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എക്സാമിന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇതിന് ലിമിറ്റ് ഇല്ല എന്ന് കാണിക്കണം. അപ്പോൾ അങ്ങനെ ലിമിറ്റ് ഇല്ല എന്ന് കാണിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ ഡിഫറെൻറ്റ് പാത്തുകൾ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 0 ലിമിറ്റ് ഉണ്ടോയെന്നാണ് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാത്ത്, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഇതാണ്. y is equal to mx എന്ന് പറയുന്ന ലൈനിൽ കൂടി നമ്മൾ 0യിലേക്ക് വരും. കാരണം ഇവിടെ x 0 ആകുമ്പോൾ y 0 ആയിക്കോളും. ഈ ലൈനിലേക്ക് വരുമ്പോൾ ആസ് x tends to 0 y 0 ആയിക്കോളും. അപ്പോൾ ഈ m എന്ന് പറയുന്നത് അതിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് ഏത് വേണമല്ലോ. അപ്പോൾ m എന്ന് പറയുന്നത് ആർബിട്രറി ആണ്. അപ്പോൾ m നമുക്ക് വേണം 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് എടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. So xy tends to 0 0 along the curve along y is equal to mx. y is equal to mx ൽ കൂടിയാണ് നമ്മൾ 0 0യിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ലിമിറ്റ് xy tends to 0 0 of f of xy എന്ന് പറയുന്നത്, അപ്പോൾ yക്ക് നമുക്ക് എന്ത് കൊടുക്കാം, y is equal to mx എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ വൈക്ക് അല്ല എം എക്സിന് കൊടുക്കാൻ പോകണം. അപ്പോൾ കംപ്ലീറ്റ് പ്രോബ്ലം എക്സിലേക്ക് മാറും. അപ്പോൾ ഇറ്റ്സ് ഇനഫ് ടു ഫൈൻഡ് ദ ലിമിറ്റ് ആസ് x tends to 0. എക്സിലേക്ക് മാത്രം നോക്കിയാൽ മതിയാവും. കാരണം x 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈയും 0 ആയിക്കോളും. റൈറ്റ്, വൈക്ക് പകരം നമ്മൾ എം എക്സിന് കൊടുക്കാൻ പോകണം. അപ്പോൾ 2x times y is equal to mx by 3x² plus y², m² x² എന്ന് കിട്ടും. ഇതൊന്ന് സിംപ്ലിഫൈ നോക്കാം. അപ്പോൾ ലിമിറ്റ് x tends to 0 2m times x² by ഇവിടെ നമുക്ക് 3 plus m² x² എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ x² ക്യാൻസൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ, ഇതിനകത്ത് ഇപ്പോൾ x ഇല്ല. അപ്പോൾ ആസ് x tends to 0 നമുക്ക് കിട്ടുന്ന ലിമിറ്റ് 2m by 3 plus m² ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആക്ച്വലി ദ ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ m. ഞാനിപ്പോൾ m 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഐ വിൽ ഗെറ്റ് 2/4 1/2 എന്ന് കിട്ടും. m 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 4/3 plus 4 എന്ന് കിട്ടും. റൈറ്റ്, അതായത് ഈ ലിമിറ്റ് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ m 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കൂടി വരുന്ന ലിമിറ്റ് ആയിരിക്കില്ല നമുക്ക് വേറൊരു m ൽ കൂടി വരുമ്പോൾ കിട്ടുന്ന ലിമിറ്റ്. ഓക്കെ, സോ ഫോർ ഡിഫറെൻറ്റ് m യു വിൽ ഗെറ്റ് ഡിഫറെൻറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് പാത്തുകളിൽ കൂടി നമ്മളിങ്ങനെ വരികയാണ്. എമ്മിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് സ്ലോപ്പ് മാറും, ഡിഫറെൻറ്റ് സ്ട്രേറ്റ് ലൈൻസ് കിട്ടും. അപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രേറ്റ് ലൈൻസിൽ കൂടി 0യിലേക്ക് വരുമ്പോൾ യു വിൽ ഗെറ്റ് different limits. Okay, so we can say that see here the limit depends on m എന്ന് പറയുന്ന സ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Okay, therefore we can say that limit xy tends to 0 0 f of xy does not exist എന്ന് പറയാം. കാരണം ഓരോ വഴിയും കൂടി വരുമ്പോൾ ഓരോ ലിമിറ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയും ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇതാണ് ഈ പ്രോബ്ലം. ഇനി ഞാനിത് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഈ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ആക്ച്വലി നമ്മൾ ലിമിറ്റ് എടുക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഈ 0 0 എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ദിസ് ഈസ് വാട്ട് യു വിൽ ഗെറ്റ് 0/0 കിട്ടി. അപ്പോൾ ഈ 0/0 കിട്ടുക എന്ന് പറയുന്ന മീനിങ് എന്താണ്? ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇതിപ്പോൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതല്ല, രണ്ടാമത്തെ കേസിലും ഇതേ പ്രോബ്ലം ആണ്. ഇവിടെ നമ്മൾ 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
ആക്ച്വലി ദ പ്രോബ്ലം ഈസ് ഓഫ് 0/0 ഫോമാണ്. അപ്പോൾ അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ചിലപ്പോൾ അതിന് ലിമിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ലിമിറ്റ് ഇല്ലാണ്ടിരിക്കും. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ് ഉണ്ടായിരുന്നു, ഈ പ്രോബ്ലത്തിൽ ലിമിറ്റ് ഇല്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ വേറെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് വെറുതെ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഒരു തേർഡ് ക്വസ്റ്റ്യൻ, എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ലൈക്ക് ലിമിറ്റ് xy ടെൻസ് ടു 1 0 x square plus y square by x square minus y square. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു വിചാരിക്കും. ഇവിടെ നമുക്കിപ്പോൾ ഡിഗ്രി ഒന്നും നോക്കേണ്ട കാര്യമില്ല, കാരണം ഫസ്റ്റ് ആക്ച്വലി യു സപ്പോസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഡയറക്ട്ലി ഇൻ ടു ദ ഫംഗ്ഷൻ. അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ബൈ 1 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഓൾറെഡി അതിൻ്റെ ലിമിറ്റാണ്, ഇതാണ് അതിൻ്റെ ലിമിറ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 0/0 ഫോം ഒക്കെ വന്നാലാണ് പ്രശ്നം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന പോലെ ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മെത്തേഡ്സിലേക്ക് പോകേണ്ടതുള്ളൂ. ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് എന്ന് പറയാം അതായിരിക്കും എന്ത് ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓൾറൈറ്റ്. ഇനി അടുത്തത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. കണ്ടിന്യൂറ്റി of f of xy at ab. A function f of xy is said to be continuous if limit xy tends to ab, f of xy should be equal to f of ab. That means this limit, as xy tends to ab, this limit of the function must be equal to the function value. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂവും സെയിം ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ പറയും എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഫംഗ്ഷൻ വാല്യൂ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ആസ് ഇറ്റ് വിൽ ബി ഗിവൺ. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, let f of xy is equal to, this is what the function is, x cube minus y cube by x square plus y square, as xy not equal to 0 and 0 if xy is equal to 0 0. ഓക്കെ, അതായത് 0 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്, ബാക്കി എല്ലാ പോയിന്റിലും ഇതാണ് ഫംഗ്ഷൻ വാല്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈസ് എഫ് കണ്ടിന്യൂസ് അറ്റ് 0 0. 0 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ പോയിന്റിലും ഇത് കണ്ടിന്യൂസ് ആയിരിക്കും, കാരണം ഈ 0 0 എന്ന് പറഞ്ഞ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് യു വിൽ ഗെറ്റ് 0/0 ഫോം. അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്, റൈറ്റ്? 0/0 ഫോം നമുക്ക് കിട്ടും ഈ ഫംഗ്ഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ലിമിറ്റ് ഉണ്ടാവണം, ആ ലിമിറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് 0 0 എന്ന് പറയുന്ന 0 ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് കണ്ടീഷൻ. അപ്പോൾ ഇതൊരു ഓൾജിബ്രൈക് ഫംഗ്ഷൻ ആണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഓൾജിബ്രൈക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡിഗ്രി ഒന്ന് ചെക്ക് ചെയ്താൽ ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 3 ആണ്, അതുപോലെ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ്സ് ഈസി ടു കാൽക്കുലേറ്റ്, റൈറ്റ്? എക്സ് ക്യൂബ് ഇതിൻ്റെ ഡിഗ്രി 3 ആണ്, ഇതും 3 ആണ്. അപ്പോൾ ഹയസ്റ്റ് ഡിഗ്രി ടൈം എടുത്താൽ മതി. ഇത് 3 ആണ്, ഇവിടെ ഇത് 2 ആണ്. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കൂടുതലാണ്, റൈറ്റ്? സോ ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ലിമിറ്റ് ഉണ്ട് എന്ന് പറയാം. ലിമിറ്റ് ഉള്ള കേസാണ്. അപ്പോൾ ലിമിറ്റ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞ പോലെ put r is equal to, sorry, x is equal to r cos theta and y is equal to r sin theta എന്ന് കൊടുക്കുക. So that x square plus y square എന്ന് പറയുന്നത് r square ആയി മാറിയിട്ടുണ്ടാവും. ഓക്കെ, and then limit xy tends to 0 0 f of xy
is equal to limit r tends to 0. അപ്പോൾ എക്സും വൈ ഒന്നും നമുക്ക് വേണ്ട, ആ കംപ്ലീറ്റ് ആറിലേക്കാണ് പ്രോബ്ലം മാറുക. സോ ലിമിറ്റ് ആർ ടെൻസ് ടു 0, എക്സ് ക്യൂബ് ആർ ക്യൂബ് കോസ് ക്യൂബ് തീറ്റ മൈനസ് ആർ ക്യൂബ് സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ആർ സ്ക്വയർ. അപ്പോൾ ഇവിടുന്ന് ഒരു ദാറ്റ് ഈസ് ലിമിറ്റ് ആർ ടെൻസ് ടു 0, ആർ ക്യൂബ് ഔട്ട്സൈഡ് എടുക്കാം. സോ കോസ് ക്യൂബ് തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതൊരു ആർ സ്ക്വയർ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് കിട്ടുക ലിമിറ്റ് ആർ ടെൻസ് ടു 0, ആർ ടൈംസ് കോസ് ക്യൂബ് തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്തൊരു ആറ് വരുന്നതുകൊണ്ട് 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ലിമിറ്റ് എഫ് ഓഫ് എക്സ് വൈ ആസ് എക്സ് വൈ ടെൻസ് ടു 0, 0 is equal to 0 and that is nothing but the function value. ഇത് തന്നെയാണ് എഫ് ഓഫ് 0, 0. കാരണം 0, 0യിൽ ഫംഗ്ഷൻ വാല്യൂ 0 ആണെന്ന് പറഞ്ഞിരിക്കുക. 0, 0യിലെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് എടുത്തപ്പോഴും നമുക്ക് 0 കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ, therefore f of xy is continuous at 0, 0. 0, 0യിൽ കണ്ടിന്യൂസ് ആണ്, ബാക്കി എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് ആണ്. 0, 0യിൽ മാത്രമേ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ, അവിടെ നമ്മൾ കണ്ടിന്യൂസ് ആണ് പ്രൂവ് ചെയ്തു. Therefore this given function f of xy is a continuous function on its domain R2. ഇത് R2ൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ വൺ മോർ പ്രോബ്ലം. സി, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. Check the continuity of this function. Let f of xy is equal to x minus y by x square plus y square. X square plus y square. Okay. Is f of xy continuous at 0, 0. ഇവിടെയും 0, 0യിൽ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് എളുപ്പത്തിൽ തന്നെ ചെക്ക് ചെയ്യാനുള്ള മാർഗ്ഗമുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ ഡിഗ്രി നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഇസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. ഓക്കെ, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ആൻസർ ചെയ്താൽ പോരാ. ആൻഡ് വൈ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സാധാരണഗതിയിൽ കൺസിഡർ ചെയ്യുന്ന ഇങ്ങനെയാണ്. ടേക്ക് ദ ലിമിറ്റ് along the curve y is equal to mx. Okay, so take the limit xy tends to 0, 0 along the curve y is equal to mx. y is equal to mx ൽ കൂടി നമ്മൾ 0, 0ലേക്ക് ടെൻഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ലിമിറ്റ് xy tends to 0, 0 f of xy is equal to ലിമിറ്റ് അപ്പോൾ വൈക്കെല്ലാം നമ്മൾ എക്സ് എന്നാണ് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് പ്രോബ്ലം എക്സിലേക്ക് മാറിയിട്ടുണ്ടാവും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് മൈനസ് എം എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ. ദിസ് ഈസ് വാട്ട് യു വിൽ ഗെറ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഒരു എക്സ് ഔട്ട്സൈഡ് എടുക്കുക. സോ എക്സ് ടൈംസ് 1 minus m by x square times 1 plus m square എന്ന് കിട്ടും. And that is equal to limit x tends to 0, 1 by x times 1 minus m by 1 plus m square. ഇങ്ങനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് എക്സ് എന്ന് പറയുന്ന ഒരു ടേം ഇല്ല, റൈറ്റ്? ഇത് നമുക്ക് ആക്ച്വലി എക്സിൻ്റെ ലിമിറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 1 minus m by 1 plus m square, it's a constant, times limit x tends to 0, 1 by x. And what can we say about the limit of this one?
1/xന്റെ ലിമിറ്റ് കാണണം as x tends to 0. ഇതിപ്പോൾ ഒരു സിംഗിൾ ഫംഗ്ഷൻ ആണ്, ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ 1/xന്റെ ഗ്രാഫ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. 1/x എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടും. ഇതാണ് 1/xന്റെ ഗ്രാഫ്. 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ 0യിലേക്ക് വരുമ്പോൾ ഇതിന്റെ ലിമിറ്റ് ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടിയാണ് 0യിലേക്ക് വരുന്നതെങ്കിൽ ഫംഗ്ഷൻ ഗോസ് ടു ഇൻഫിനിറ്റി ആണ്, റൈറ്റ്. ഇനി നമ്മൾ 0യിലേക്ക് വരുന്നത് ഈ 0യുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിൽ, ഇവിടെ നമ്മൾ 0യിലേക്ക് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഗോസ് ടു -ഇൻഫിനിറ്റി ആണ്. സോ ദ ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് 1/x is -infinity and the right limit of 1/x is infinity. That means there is no limit at x equal to 0. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ദിസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് ഇല്ല. അപ്പോൾ ഈ പ്രോബ്ലത്തിന് ലിമിറ്റ് ഇല്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ വാല്യൂ ആയിട്ട് ഈക്വൽ ആയാൽ മാത്രമേ അത് കണ്ടിന്യൂസ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം f of xy is not continuous. Is not continuous at the origin 0, 0. ഇതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റിൻ്റെയും കണ്ടിന്യൂറ്റിയുടെയും ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് when we get a function of two variable, how to find the limit and what is the concept of continuity. അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏത് പോയിന്റിലെ ലിമിറ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇഫ് യു ഗെറ്റ് എ ഫൈനൈറ്റ് വാല്യൂ, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ആൻസർ. If you get an indeterminate form like 0/0 or infinity/infinity, then we have to go for some other methods. Okay, ആ മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഡിഗ്രി ഒക്കെ കമ്പയർ ചെയ്തിട്ടും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ആൻഡ് വൺ മോർ തിങ്, ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ലിമിറ്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്നതിലും എളുപ്പം ലിമിറ്റ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ്. കാരണം നമുക്ക് ഡിഫറെൻറ്റ് ഏതെങ്കിലും രണ്ട് പാത്തുകൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു ജനറൽ y is equal to mx പോലുള്ള കർവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കുക. എന്നിട്ട് ദാറ്റ് ലിമിറ്റ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്, ദാറ്റ് ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സം m എന്നോ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് വഴിയിൽ കൂടി വരുമ്പോൾ ഡിഫറെൻറ്റ് ലിമിറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രോബ്ലം ചെയ്യുന്ന രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓക്കെ, ഐ വിൽ ആഡ് ജസ്റ്റ് ടു homeworks here. Try to do that too. All right. Okay, these are the two homework problems. The first one is, let f of xy is equal to x square y square times cosine of x plus y if xy is not equal to 0, 0 and 0 if xy is equal to 0, 0. Okay, prove that f is continuous at 0, 0. And the second question is, f of xy is equal to xy cube by x square plus y to the power 6 where xy not equal to 0, 0, 0 if xy equal to 0, 0. And here you are supposed to prove that f is not continuous at 0, 0. Okay, so parent problem homework ആയിട്ട് ചെയ്യാം. Okay, well, that's it for today's session, and let's wind up. Bye then.